മക്കളെ, ഇന്ന് നമുക്ക് മേരി ദുനിയാ കെ തമാം ബച്ചെ എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വോ ജമാ ഹോങ്കെ ഏക് ദിൻ യഹാം കിസ് ഉമ്മീദ് കി ഓർ സങ്കേത് ഹെ എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. വോ ജമാ ഹോങ്കെ ഏക് ദിൻ ഉസ്കി ഉമ്മീദ് കി, അതായത് അതിൻ്റെ അർത്ഥം അവർ ഒരു ദിവസം ഒത്തുകൂടും. എന്ത് പ്രത്യാശയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. शोषण का शिकार बने पीछे गए बच्चे एक दिन समाज में आगे आएंगे. പിന്നോക്കം പോവുകയും ചൂഷണത്തിന് ഇരയാവുകയും ചെയ്യുന്ന കുട്ടികൾ ഒരു ദിവസം സമൂഹത്തിൽ മുന്നേറും എന്നാണ് അതിൻ്റെ അർത്ഥം. बच्चों द्वारा टैंकों में बालू भरने और बंदूकों को मिट्टी में गाड़ देने का क्या तात्पर्य है? രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾ ടാങ്കുകളിൽ മണൽ നിറയ്ക്കുന്നതിൻ്റെയും തോക്കുകൾ മണ്ണിൽ കുഴിച്ചിടുന്നതിൻ്റെയും പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. युद्ध के सामान को बच्चे उपयोगहीन चीज बना जाते हैं. बच्चे युद्ध नहीं प्यार चाहते हैं. കുട്ടികൾ യുദ്ധോപകരണങ്ങളെ ഉപയോഗശൂന്യമായ വസ്തുക്കളാക്കി മാറ്റുന്നു. കുട്ടികൾ യുദ്ധമല്ല സ്നേഹമാണ് ബच्चे युद्ध नहीं प्यार चाहते, സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. दीवारों में छेदकर आर पार देखना यहाँ किसकी और संगीत है? ചുമരുകൾ ഛേദിച്ചിട്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ നോക്കുക എന്നതിനെ കുറിച്ച് എന്താണ് അർത്ഥമാക്കുന്നത്? സമാജ് മേ സഭി ബच्चे സമാൻ ഹെ, ലോഗോं के बीच किसी भी कार्य के भेदभाव नहीं है. സമൂഹത്തിലെ എല്ലാ കുട്ടികളും തുല്യരാണെന്നും ഒരു समाज के सभी बच्चे समान है, लोगों के बीच किसी भी कार्य में भेदभाव, ഒരു കാര്യത്തിലും അവർക്ക് ഭേദഭാവം വിവേചനമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, तुम्हारी बनाई हर चीज को गिलौना बना देंगे से क्या तात्पर्य है? നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഞങ്ങൾ ഒരു കളിപ്പാട്ടമാക്കി മാറ്റും എന്നതിന്റെ അർത്ഥം എന്താണ്? बच्चों के मन में हमेशा खुशी ही है, नफरत फैलाते सभी चीजों को वे गिलौने बना देंगे. അതായത് കുട്ടികളുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷമാണുള്ളത്. അവർ വെറുപ്പുള്ള എല്ലാ വസ്തുക്കളെയും കളിപ്പാട്ടങ്ങളാക്കിയിട്ട് മാറ്റും. ഈ കവിത കിസ്കെ സംബന്ധമേ ഹെ? ബച്ചോं के संबंध में. ഈ കവിത എന്തിനെ കുറിച്ചുള്ള കവിതയാണ്? കുട്ടികളെ കുറിച്ചുള്ള കവിതയാണ്. കവിതാമേ വോ കാ പ്രയോഗ കിസ് സന്ദർഭ മേ ഹെ? കവിതയിൽ വോ എന്ന പ്രയോഗം ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? യഹാം വോ കാ പ്രയോഗ ദുനിയാ കെ സാരെ ബച്ചോं के बारे में है. ഇവിടെ വോ എന്ന പ്രയോഗം ലോകത്തിലെ എല്ലാ കുട്ടികളെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബച്ചോं के बारे में ആണ് കേട്ടോ. ये उसकी कल्पना आशाएं दुनिया के प्रति उनका दृष्टिकोण आदि से संबंधित है. അത് അവരുടെ ഭാവനകളെയും അതുപോലെ തന്നെ പ്രതീക്ഷകളെയും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം വരുന്നത്, ദുനിയാ കെ ബच्चे കിസ്കാ പ്രതിനിധിത്വ കർത്തേ ഹെ? കവിതയിലെ കുട്ടികൾ കവിതാക്കെ വെച്ചെന്ന് കേട്ടോ. കവിതയിലെ കുട്ടികൾ കിസ്ക എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം നോക്കാം. कविता के बच्चे आशा और उम्मीद का प्रतिनिधित्व करता है. वे आजादी के प्रतीक है. वे अकेलापन महसूस करते हैं. तमाम मानव जाति का प्रतिनिधित्व भी करते हैं. കവിതയിലെ കുട്ടികൾ പ്രത്യാശയെയും ശുഭാപ്തി വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. അവർ സ്വാതന്ത്ര്യത്തെ പ്രതീകപ്പെടുത്തുന്നു. ആസാദികോ പ്രതീക, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് അവർ. അതുപോലെ തന്നെ വേ അകലാപ്പൻ മഹസൂസ് കർത്തേ, അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു. തമാം മാനവ ജാതിക പ്രതിനിധിത്വ കർത്തേ, അവർ മുഴുവൻ മനുഷ്യരാശിയെയും പ്രതിനിധീകരിക്കുന്നു. എട്ടാമത്തെ ചോദ്യം നോക്കാം. കവിതാമേം തും കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ? കവിതയിൽ തും എന്നത് എന്തിനെയൊക്കെയാണല്ലേ? കവിതയിലെ തും നീ എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ദൂസരോं को डराते लोग, दूसरों को नफरत से देखने वाले लोग, बच्चों में ऊंच नीच का भेदभाव
സിഖാനെ വാലെ ലോഗ്. ദൂസരോं को डराते लोग, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ വെറുപ്പോടെ കാണുന്ന ആളുകൾ. കുട്ടികളെ ബച്ചോക്ക് ഊഞ്ച് നീച്ച്, ഉച്ച നീചത്വം, ഉയർന്നവർ താഴ്ന്നവർ എന്ന വ്യത്യാസം, ഭേദഭാവ് സിഖാനെ വാലെ ലോഗ്, വ്യത്യാസം പഠിപ്പിക്കുന്ന ആളുകൾ, സിഖാനാണ് പഠിപ്പിക്കുന്ന ആളുകളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, കവിനെ കവിതാമേ കയി ചവിയോ കോ ഉഗേരാ ഹെ ഐസി ചവിയോ കവിതാ സേ ढूंढे. കവിതയിൽ കവി നിരവധി ചിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരം ചിത്രങ്ങൾ കവിതയിൽ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം, वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर, അവർ ഒരു ദിവസം ഒത്തുകൂടും എന്നിട്ട് ഒന്നിച്ച് കളിക്കും. वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे, അവർ വൃത്തിയുള്ള ചുമരുകളിൽ പെൻസിലിന്റെ അഗ്രഭാഗം കൊണ്ട് വരയ്ക്കും. वो कुत्तों से बतियाएंगे, അവർ നായ്ക്കളോട് സംസാരിക്കും. वो दौड़ेंगे बेतहाशा हवा और धूप की मुसलसल निगरानी में. അടുത്തത്, वो तुम्हारी टैंगों में बालू भर देंगे एक दिन. ഇതെല്ലാം കവിതയിലെ വരികളാണ് കേട്ടോ. वे सड़कों पर गड्ढे खोदेंगे और पानी भर देंगे और पानियों में चपाचप लौटेंगे. वो प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाया है. वो प्यार करेंगे एक दिन उन सब से जिनसे तुम्हारे नफरत करना सिखाया है. वो तुम्हारी दीवारों में छेद कर देंगे एक दिन. ഇനി അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഇസ് മുഹാവരെ കാ മത്ലബ് ക്യാ ഹെ എന്നാണ്. ഈ പഴഞ്ചൊല്ലിന്റെ മുഹാവരയുടെ അർത്ഥം എന്താണ്? ദാവാ ബോൽന, ആക്രമൺ കർണ. ദാവാ ബോൽന എന്നതിന്റെ അർത്ഥം വരുന്നത് ആക്രമിക്കുക എന്നാണ്. ആക്രമൺ കർണ, ദാവാ ബോൽന, ആക്രമൺ കർണ. കവിത കെ ഇൻ പ്രയോഗോം സി ആപ്നെ ക്യാ സമജ, കവിതയിലെ ഈ പ്രയോഗങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നാണ് ചോദ്യം. പെൻസിൽ കി നോക്ക് രഗഡന, കുത്വം സെ ബദിയാന, ടാങ്കോ മേ ബാലു ഭർന, പേടോ പർ ഗോസല ബനാന. ചോദ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. पेंसिल की नौकरी करना, कुत्तों के बदियाना, टेंगों में बालू भरना, पेड़ों पर घोंसला बनाना. അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ശരാരത്തി കർണ, ശരാരത്തി പറഞ്ഞ വികൃതി കാണിക്കുക. ഖുശീസെ ബാത്തേം കർണ, സന്തോഷത്തോടെ സംസാരിക്കുക. വിനാശക്കോ ദൂർ കർണ, നാശം അഴിച്ചുവിടുക, ദൂരെ, വിനാശം ഇല്ലാതെയാക്കുക. പിന്നെ സ്വതന്ത്ര രഹന, സ്വതന്ത്രരായിരിക്കുക. അത്രയും കാര്യങ്ങളാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, കോൺസി പങ്ക്തി സാർവലൗകിക ഭാവന കി ഓർ ഇഷാര കർത്തി ഹെ, ഏത് വരിയാണ് ഒരു സാർവത്രിക വികാരത്തെ സൂചിപ്പിക്കുന്നത്? ദേഖോ ഉസ് പാർ ഭി മൗസം തോ ഹമാരെ യഹാം ജൈസാ ഹി ഹെ, നോക്കൂ അപ്പുറത്തെ കാലാവസ്ഥയും ഇവിടത്തെ പോലെ തന്നെയാണ് എന്ന് പറയുന്ന വരിയാണ്. അടുത്തത്, കവിതാക്കെ ക്രിയാപദം കി സൂചി ബനായേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയിലെ ക്രിയാപദങ്ങൾ എഴുതാനാണ്, അതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗേലെങ്കെ, രഗഡെങ്കെ, ദൗഡെങ്കെ, ഭർ ദേങ്കെ, ദബാ ദേങ്കെ, ഗോദേങ്കെ, लौटेंगे, कोशिश करेंगे, चीखेंगे, कहेंगे, चाहेंगे, पाओगे, आएंगे, बनाएंगे, देखोगे, उलट पुलट देंगे, बोलेंगे, बना देंगे. അതിൻ്റെയൊക്കെ അർത്ഥം നോക്കാം. കളിക്കും, തടവും, ഓടും, നിറയും, അടിച്ചമർത്തും, കുഴിക്കും, തിരിച്ചുവരും, ശ്രമിക്കും, പിന്നെ അലറി വിളിക്കും, പറയും, ആരംഭിക്കും. പിന്നെന്താണ് വരുന്നത്? കോശിഷ് കരെങ്കെ, ചീക്കെങ്കെ, കഹെങ്കെ, ചാഹെങ്കെ, ആഗ്രഹിക്കും, പാവോങ്കെ, നേടും, ബനായെങ്കെ, നിർമ്മിക്കും, ദേക്കോങ്കെ, നോക്കും, ഉലട്ട് പുലട്ടെങ്കെ, ബോലെങ്കെ, സംസാരിക്കും, ബനാതെങ്കെ, നിർമ്മിക്കും, ഉണ്ടാക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. क्रियापदങ്ങൾ കഴിഞ്ഞിട്ട് किस काल के सूचना, यहाँ क्रिया के किस काल की सूचना है? അനുഭവ ബദായെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിത की कौन सी पंक्तियां आपको ज्यादा अच्छी लगी?
ആർക്കും കവിതയിലെ ഏത് വരിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അത് നമുക്ക് ഈ വരി തന്നെ കൊടുക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കോൺസി പങ്ക്തിയ, നമുക്ക് ആൻസറിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വരി ദേഖോ ഉസ് പാർ ബി മൗസം തോ ഹമാരെ യഹാം ജൈസാ ഹി എന്ന വരി തന്നെ കൊടുക്കാം കേട്ടോ. നോക്കൂ, ആ അപ്പുറത്തെ പോലെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞല്ലോ, ആ വരി തന്നെ കൊടുക്കാം. അതിന്റെ ആൻസർ എഴുതിയിട്ടില്ല, ആൻസർ പറയാം. ബച്ചോം കി നസർ സെ ഏക് സുന്ദർ ഓർ സുരക്ഷിത ദുനിയാ കാ ചിത്രം. എന്താണ്? ബച്ചോം കി നസർ സെ ഏക് സുന്ദർ ഓർ സുരക്ഷിത ദുനിയാ കാ ചിത്രണാണ് ഇതിൽ നിന്നും അത് നമ്മൾക്ക് അതിനെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താണെന്നാണ്. ക്യോം എന്ന ചോദ്യത്തിന്റെ ഉത്തരാണ് എന്ത്? ബച്ചോം കി നസർ സെ ഏക് സുന്ദർ ഓർ സുരക്ഷിത ദുനിയാ കാ ചിത്രം. ഇനി രണ്ടാമത്തെ, ഇതും നമ്മൾ ഈ രണ്ടെണ്ണം നമ്മൾ എഴുതിയിട്ടില്ല, പറയുന്നേ ഉള്ളൂ കേട്ടോ. കവിത കിസ് പ്രകാർ കി ദുനിയാ കി കൽപ്പന കർത്തി ഹെ എന്നാണ്. കവിത ഏത് പ്രകാരത്തിലുള്ള ലോകത്തിനെയാണ് സങ്കല്പിക്കുന്നത് എന്നാണ് ചോദ്യം. ശാന്തി, അതുപോലെ തന്നെ എന്താ പറയാ, അഹിംസ, ശാന്തി അഹിംസ और प्रेम भरी दुनिया को, शांति अहिंसा और प्रेम भरी दुनिया को കൽപ്പന കർത്തി ഹെ, അതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് കവിതാക്കെ സന്ദേശ സെ ആപ് കഹാൻ തക്ക് സഹമത്ത് ഹെ എന്നാണ്. കവിതയിലെ സന്ദേശത്തിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു എന്നാണ് ചോദ്യം. കവിതാക്ക സന്ദേശ് യഹ് ഹെ കി, കവിതയിലെ സന്ദേശം ഇതാണ്. സബി ബച്ചോം സമാനത പ്യാർ സ്വതന്ത്രത और ഖുഷി. എല്ലാ കവിതയിലെ സന്ദേശം എല്ലാ കുട്ടികളും സമത്വം, സ്നേഹം, സ്വാതന്ത്ര്യം, സന്തോഷം എന്നിവ ആഗ്രഹിക്കുന്നു. ചാഹത്തെ ഹെ സബി ബച്ചോം കെ അന്തർ കുച്ച് ക്ഷമതായേ ഹെ, എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ എന്താണുള്ളത്? തുല്യമായ കഴിവുകളാണുള്ളത്. ക്ഷമത എന്ന കഴിവ്, എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ഓരോരോ കഴിവുകളുണ്ട്. ഉൻസെ ഭേദഭാവം അത്യധികാൻ, അവരോട് ഭേദഭാവം കാണിക്കരുത്, അസമത്വം കാണിക്കരുത്. സബി ബच्चों को समान अधिकार दे दो, वे स्वतंत्र रूप से बातों को समझकर सबको प्यार करके समाज में खुशी बिगड़ कर जिए. അവരോട് വിവേചനം കാണിക്കാതെ എല്ലാ കുട്ടികൾക്കും തുല്യ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും സമൂഹത്തിൽ സന്തോഷം പ്രചരിപ്പിക്കാനുമുള്ള സമാജമേ ഖുഷി ബിഗർനെ സന്തോഷം പ്രചരിപ്പിക്കാനും ഒക്കെ കഴിയും എല്ലാ കുട്ടികൾക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻ, ध्यान दे आपकी टिप्पणी में मेरी दुनिया के तमाम बच्चे कविता के വിശ്ലേഷണാത്മക ടിപ്പണി ലിഖിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ്വാദൻ ടിപ്പണി എഴുതിയത് നോക്കാം. കവിതയുടെ ആസ്വാദൻ ടിപ്പണിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്നാണ് കവിതയുടെ പേരെഴുതുക. മേരി ദുനിയാക്കെ തമാം ബച്ചെ കവിത അതിനാൽ കഫീൽ ദർവേഷിനെ ലിഖിയെ, അതിനാൽ കഫീൽ ദർവേഷാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവി കവിത ഹെ കി, കവി പറയുന്നു कवि कहता है कि समाज में पिछड़े पड़े बच्चे एक दिन दूसरे बच्चों के साथ खुशी से खेलेंगे और स्वतंत्र रूप से प्रकृति की सुंदरता देकर चलेंगे. लोगों को हानि देते सभी चीजों को वे नाश करेंगे. वे सबको प्यार करेंगे. सब की समानता देकर वे खुश हो जाएंगे. समाज के सभी रुकावटें भेदकर वे आगे आएंगे. नई दुनिया के बच्चे पुराने विचारों को जरूर सुधारेंगे. हम सदा दूसरों के सहयोग से रहे. इस विचार से सरल भाषा में लिखी यह कविता सबसे मन को छूने वाली है. അപ്പം എന്താണ് ഈ കവിതയിൽ പറയുന്നത്? എൻ്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും എന്ന കവിത എഴുതിയിരിക്കുന്നത് അദ്നാൻ കഫീൽ ദർവേഷാണ്. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ ഒരു ദിവസം മറ്റു കുട്ടികളുമായി സന്തോഷത്തോടെ കളിക്കുകയും പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് സ്വതന്ത്രമായി നടക്കുകയും ചെയ്യുമെന്ന് കവി പറയുന്നു. ആളുകളെ ദ്രോഹിക്കുന്നതെല്ലാം അവർ നശിപ്പിക്കും. ആളുകളെ ദ്രോഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അവർ നശിപ്പിക്കും. എന്നിട്ട് എല്ലാവരെയും സ്നേഹിക്കും. എല്ലായിടത്തും സമത്വം കാണുന്നതിൽ അവർ സന്തോഷിക്കും. അവർ എല്ലാ സാമൂഹിക തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകും. പുതിയ ലോകത്തിലെ കുട്ടികൾ തീർച്ചയായും പഴയ ആശയങ്ങൾ പരിഷ്കരിക്കും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കണം.
ഈ ചിന്തയോടെ ലളിതമായ ഭാഷയിൽ എഴുതിയ ലിഖിയഹ് കവിത എഴുതിയ ഈ കവിത സബ്കെ മൻകോ ചൂനെ വാലി ഹെ, എല്ലാവരുടെയും ഹൃദയത്തെ, ഈ കവിത എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയാണ് നമ്മുടെ കവിതയുടെ ആശയം വരുന്നത്, ആസ്വാദന ടിപ്പണി വരുന്നത്. നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്തിരി സ്പീഡായി പോയിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, പെട്ടെന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ എടുത്തത് കൊണ്ട് ഇത്തിരി സ്പീഡിലായിപ്പോയി. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യനും കൂടെ ഇടാം. ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുമാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങളൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.